ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ പൈത്തണിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഒരു ചെറിയ ടോപ്പിക് കൂടി ബാക്കിയുണ്ട്. അതാണ് പിക്കിളിങ്. പിക്കിളിങ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ആകെ ഒരു ചിരി വരും. കാരണം നമുക്കറിയാം പിക്കിൾ എന്ന് പറഞ്ഞാൽ എന്തിനും ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇന്ന് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മൊഡ്യൂളാണ്. സോ ഈ പിക്കിൾ എന്നുള്ള മൊഡ്യൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ അതിന് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ദ പിക്കിൾ മൊഡ്യൂൾ അത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് സീരിയലൈസിങ് ആൻഡ് ഡീസീരിയലൈസിങ് പൈത്തൺ ഒബ്ജക്റ്റ് സ്ട്രക്ചേഴ്സ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈത്തണിൽ പലതരം ഒബ്ജക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിളായിട്ട് ലിസ്റ്റ് ഉണ്ട്, ഡിക്ഷണറി ഉണ്ട്, അതുപോലെ വലിയ അറേസ് ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് പലപ്പോഴും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അത് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് സെർവറായിട്ടും ഒക്കെ കണക്ട് ചെയ്യുന്ന കേസിലാണ്. അപ്പോൾ നമ്മുടെ ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റ നേരെ അങ്ങോട്ട് സെർവറിലേക്ക് അയക്കണം. അതായത് അത് അയക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബൈറ്റ് സ്ട്രീം ആക്കിയിട്ട് അയക്കണം. സോ അങ്ങനെ അയക്കുന്ന ആ ഒരു മെത്തേഡ് അതിനെയാണ് പറയുന്നത് പിക്കിളിംഗ് എന്ന്. ഇനി അതേ സാധനം തന്നെ നമുക്ക് അവിടുന്ന് റീഡ് ചെയ്തെടുത്തിട്ട് തിരിച്ച് നമ്മുടെ യൂസ്ഫുൾ ആയിട്ട് ഡാറ്റ ആക്കിയിട്ട് മാറ്റാം. അതിനെ പറയും അൺപിക്കിളിംഗ് എന്ന്. സോ നമുക്ക് രണ്ട് സാധനമുള്ളത്, പിക്കിളിങ്ങും അൺപിക്കിളിങ്ങും. സോ കൺവേർട്ടിംഗ് ദ ബൈറ്റ് സ്ട്രീം ബാക്ക് ഇൻ ടു ദ പൈത്തൺ ഒബ്ജക്ട്സ് ഇസ് ബൈ എ പ്രോസസ് കോൾഡ് അൺപിക്കിളിംഗ്. അപ്പോൾ എന്തുകൊണ്ടാണ് പിക്കിൾ വേണ്ടി വരുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. സോ വൈ പിക്കിൾ? കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ പല പ്രോഗ്രാമിങ് ചെയ്യുമ്പോഴും ഈ പിക്കിളിങ്ങും അൺപിക്കിളിങ്ങും ആണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ദേ ആർ ഈസി. ഇൻ ദാറ്റ് കേസ് ദ ട്രാൻസ്ഫർ ഓഫ് ഡാറ്റ ഫ്രം വൺ സിസ്റ്റം ടു സെർവർ ഈസ് വെരി ഈസി. ഏറ്റവും എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇപ്പോൾ നിങ്ങളിവിടെ നിന്നിട്ട് ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഡാറ്റ വല്ലതും നിങ്ങളുടെ ഒബ്ജക്റ്റ് വല്ലതും ഉണ്ടാക്കി അത് നിങ്ങളവിടെ സേവ് ചെയ്തു. അപ്പോൾ അത് സ്റ്റോർ ആവുന്നത് എവിടെയാണ്? US എവിടെയോ ഉള്ള, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എവിടെയോ ഉള്ള ഒരു വലിയ സെർവറിലാണ്. പക്ഷേ നിങ്ങളുടെ നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കത് ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ സെർവറിൽ നിന്ന് ഡാറ്റ നിങ്ങളുടെ മൊബൈലിലേക്ക് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു പിക്ചർ എന്നുള്ള ഒരു ഇമേജ് അത് ഒരു പക്ഷേ വലിയ മെട്രിക്സ് ആവും. കാരണം ആ മെട്രിക്സിനകത്ത് പല വാല്യൂസ് ഉണ്ട്. ഓരോ പോയിൻറ്റിനും ഓരോ RGB വാല്യൂ ഉണ്ട്. ആ കറസ്പോണ്ടിങ് വാല്യൂ അതെല്ലാം കൂടി ഒരു പർട്ടിക്കുലർ ലിസ്റ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ അറേ ആക്കിയിട്ടോ ആണ് സേവ് ചെയ്യുന്നത്. അത് മൊത്തം അറേ ഒന്നിച്ച് ഒരു ബൈറ്റ് സ്ട്രീം ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അയക്കുക ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ മെത്തേഡിലെല്ലാം നമുക്ക് ഈ പിക്കിളിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, എവിടെന്നെങ്കിലും കിട്ടിയ ഏതെങ്കിലും ഡാറ്റ അൺപിക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ അത് സെക്യൂരിറ്റി ത്രെട്ടാണ്. കാരണം നമുക്കറിയില്ല എന്ത് ഡാറ്റയാണ് വരുന്നത് എന്നുള്ളത്. കാരണം പിക്കിൾ മൊഡ്യൂളിന് മനസ്സിലാവില്ല ലൈക്ക് ഇത് മലീഷ്യസ് ഡാറ്റ വല്ലതും വന്നു കഴിഞ്ഞാൽ അതാണോ അല്ലയോ എന്നുള്ളത്. സോ അത് വളരെ സൂക്ഷിച്ചിട്ട് തന്നെ വേണം പലപ്പോഴും ചെയ്യുന്നത്. ഇത് കൂടുതലായിട്ട് ഓഫ് കോഴ്സ് ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു കൺസേൺ അബൌട്ട് ദിസ് ബിക്കോസ് അത് മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് പലപ്പോഴും ഈ അഡ്വാൻസ് ലെവൽ പ്രോഗ്രാമിംഗ് വരുമ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പ്രാവശ്യം പറഞ്ഞിരുന്നു, ഈ പൈത്തൺ എന്നുള്ളത് വളരെ വളരെ പല സ്ഥലങ്ങളിലും അഡ്വാൻസ് ലെവൽ പ്രോഗ്രാമിങ്ങിനെല്ലാം ഉപയോഗിക്കുന്ന ടൈപ്പ് പാക്കേജാണ്, ഒരു പ്രോഗ്രാമിംഗ് ആണ്. സോ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം എങ്ങനെയാണ് പിക്കിളിങ് അതെല്ലാം നടത്തുന്നത്. ഓക്കെ, സോ പിക്കിളിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് പിക്കിൾ എന്നുള്ള മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ഇമ്പോർട്ട് പിക്കിൾ. ഓക്കെ, ഇമ്പോർട്ട് പിക്കിൾ. ഇനി നമുക്ക് ഒരു പ്രോഗ്രാം എഴുതി നോക്കാം, ഇമ്പോർട്ട് പിക്കിൾ. ഓക്കെ, അപ്പോൾ ഞാനൊരു പ്രോഗ്രാം എഴുതണം. സോ ആദ്യം പൈത്തൺ വന്നു, ഇമ്പോർട്ട് പിക്കിൾ. ഓക്കെ, പിക്കിൾ ചെയ്യണം. ദെൻ ഞാനൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. മൈ ലിസ്റ്റ് ഈക്വൽ ടു ABCD. ഓക്കെ, ABCD. ഓക്കെ, മൈ ലിസ്റ്റ് എന്നാണ് പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക്
എഫ് എച്ച് എന്നുള്ള ആ ഒരു ഫയൽ ഇതൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ആ ഫയലിലേക്ക് നമുക്ക് ഈ ലിസ്റ്റിനെ അങ്ങോട്ട് കയറ്റിയിടണം. സോ what you can do is like fp equal to open of പേരെന്താ കൊടുക്കുന്നത്, ഡാറ്റാ ഫയൽ ഡോട്ട് txt എന്ന് കൊടുത്തു. ഓക്കെ, അത് റൈറ്റ് മോഡിൽ എൻ്റർ ചെയ്തു. ഓക്കെ, എഫ് പി ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫയൽ ഓപ്പണിങ് ഫയൽ ഇതിനൊക്കെ എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എഫ് പി പറഞ്ഞിട്ട് ഫയൽ ഓപ്പൺ ചെയ്തു. കണ്ടോ, അതൊരു ബഫർ ചെയ്തിട്ട് കണ്ടോ, ഇതൊരു ഡാറ്റാ ഫയൽ ഡോട്ട് txt എന്നുള്ള ഫയലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് പിക്കിൾ ഡോട്ട് ഡംപ് ഓഫ് ഏതാണ്, മൈ ലിസ്റ്റ് എഫ് പി എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന ഇതിനകത്ത് നമുക്കൊന്ന് നോക്കി നോക്കാം ഈ ഫയൽ അവിടെ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഐ വിൽ ജസ്റ്റ് ഓപ്പൺ എ ന്യൂ ടാബ്. നൗ ഐ വിൽ ചെക്ക് ഔട്ട് ls. ഇതിൻ്റെ പേരെന്താണ്, ഇവിടെ തന്നെ കിടപ്പുണ്ട്, ഡാറ്റാ ഫയൽ ഡോട്ട് txt അല്ലേ. സോ ls സ്റ്റാർ ഡോട്ട് txt എന്ന് കൊടുത്താൽ എനിക്ക് കിട്ടി ഡാറ്റാ ഫയൽ ഡോട്ട് txt cat ഡോട്ട് ഓക്കെ. അതിനകത്തൊന്നും സേവ് ആയിട്ടില്ല തോന്നുന്നു. ഇനി ഇത് എങ്ങനെ സേവ് ചെയ്തിരിക്കും? ഓക്കെ, അത് ബൈറ്റ് ഫോർമാറ്റിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഞാൻ എനിക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതൊന്ന് അൺപിക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ pk ഓഫ് ഈക്വൽ ടു അതൊന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓപ്പൺ ഓഫ് ഡാറ്റാ ഫയൽ ഡോട്ട് txt rb. Oh, I think I just made a mistake. എനിക്ക് ഓക്കെ, 2 txt ഞാൻ അവിടെ അടിച്ചു കഴിഞ്ഞു. ഓക്കെ, pk ഓഫ് എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്തു. ദെൻ emp ഈക്വൽ ടു pickle ഡോട്ട് ലോഡ് ഓഫ് ഏതാണ്, pk ഓഫ് തന്നെയല്ലേ ഇതിനകത്ത്. I don't know, something wrong is there. pk dot off. Maybe I'll just close the other one. So wb ആയിട്ട് ക്ലോസ് ചെയ്തിട്ടില്ലേ ഒന്ന്. So fp dot ക്ലോസ് ചെയ്യാം. ദെൻ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ നോക്കട്ടെ. ഓക്കെ ഓക്കെ, ഇപ്പോൾ അത് ലോഡായി കഴിഞ്ഞു. ഇനി ഇവിടെ ഓക്കെ ലോഡ് ഒന്ന് കൊടുത്തു. പ്രിൻ്റ് ഓഫ് ഇവിടെ എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും നോക്കാം. ഞാൻ ഓരോന്നായിട്ട് പറയാം. ആദ്യം ഞാൻ ഇമ്പോർട്ട് പിക്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇമ്പോർട്ട് പിക്കിൾ എന്ന് പറഞ്ഞാൽ പിക്കിൾ എന്നുള്ള മൊഡ്യൂൾ നമ്മളിവിടെ ലോഡ് ചെയ്തു. അടുത്തായിട്ട് ഞാൻ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. മൈ ലിസ്റ്റ് ഈക്വൽ ടു ABCD എന്ന്. ഓക്കെ, ദെൻ FP ഒരു ഫയൽ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു. ഓപ്പൺ ഡാറ്റാ ഫയൽ ഡോട്ട് txt WP. എന്താണ്ടാവുക, ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റാ ഫയൽ ഡോട്ട് txt എന്ന പേരിലൊരു ഫയൽ അവിടെ എടുക്കും, ഓപ്പൺ ചെയ്യും. അങ്ങനെ ഫയൽ ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യും. ഏതാണ് മോഡ്, WB, അതായത് ബിറ്റ് വൈസ് ആയിട്ട് അതിനകത്തേക്ക് റൈറ്റ് ചെയ്യുന്ന ഒരു ഫോമിലാണ് അത് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഞാൻ FP അത് ചെക്ക് ചെയ്താണ്.
പിക്കിൾ ഡോട്ട് ഡംപ് മൈ ലിസ്റ്റ് കോമ എഫ് പി. മൈ ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ലിസ്റ്റ് അല്ലേ, അത് എഫ് പി എന്ന് പറയുന്നതാണ് ഈ ഫയൽ റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് അങ്ങോട്ട് ഡംപ് ചെയ്തു. അതായത് എന്ത് ചെയ്തു, ബിറ്റ് വൈസ് ആയിട്ട് ഈ ഫയലിലേക്ക് അങ്ങോട്ട് റൈറ്റ് ചെയ്തു. അപ്പോൾ ഫയൽ വൈസായിട്ട് അങ്ങോട്ട് റൈറ്റ് ചെയ്തതാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ട്. CAT ഡാറ്റ ഫയൽ .txt എന്ന് കൊടുത്താൽ ആ ഫയലിനകത്ത് എന്താണെന്നുള്ളത് കാണിക്കാൻ ഞാൻ കാരണം കുറച്ച് റാൻഡം ക്യാരക്ടേഴ്സാണ് കാണുന്നത്. അതിൻ്റെ അർത്ഥം അതിനകത്ത് സേവ് ചെയ്തിരിക്കുന്നത് ബിറ്റ് വൈസ് ആയിട്ടാണെന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഞാൻ fp.close എന്ന് കൊടുത്തു. അപ്പോൾ ആ ഫയൽ പോയിൻ്റർ ക്ലോസ് ചെയ്തു. അപ്പോൾ അതിനകത്ത് റൈറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി പുതിയതായിട്ട് ഞാനൊരു ഫയൽ ഓപ്പൺ ചെയ്തു. എന്താ ചെയ്തത്, PKOF പിക്കിൾ വെച്ചിട്ട് PKOF എന്ന പുതിയൊരു ഫയൽ പോയിൻ്റർ ഓപ്പൺ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പൺ ഡാറ്റ ഫയൽ .txt RB, അതായത് റീഡിങ് എന്നുള്ളതാണ്. സോ RB എന്ന് പറഞ്ഞാൽ റീഡിങ് ബിറ്റ് വൈസ് ആയിട്ട് റീഡ് ചെയ്യാവുന്ന പോകത്തിൽ ഞാൻ PKOF എന്ന് പറയുന്ന ഒരു ഫയൽ ഓപ്പൺ ചെയ്തു. ഡാറ്റ ഫയൽ .txt സെയിം ഫയൽ തന്നെ ഓപ്പൺ ചെയ്തു. എന്നിട്ട് EMP എന്ന് പറയുന്നതിനേക്ക് pickle.loadoff PKOF എന്ന്, അത് ആ ഫയലിനകത്ത് എന്തൊക്കെ ഡാറ്റ ഉണ്ടോ അത് നേരെ EMPയിലേക്ക് അങ്ങോട്ട് ലോഡ് ചെയ്തു. പ്രിൻറ്റ് EMP എന്ന് കൊടുത്തപ്പോൾ കറക്റ്റ് നമുക്ക് അത് ആ ലിസ്റ്റ് അതുപോലെ കിട്ടി അല്ലേ. വളരെ ഈസി അല്ലേ ഇത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കി നോക്കാം. സോ ഞാനൊരു എന്ത് ചെയ്യാം, DL my list DL EMP DL FP DL PKOF ഓരോന്നായിട്ട് ഞാനിവിടെ എന്നിട്ട് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഓരോന്നായിട്ട് ചെയ്തു. ഇനി നമുക്കതൊന്ന് റൺ ചെയ്തു, നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സോ ആദ്യത്തെ പരിപാടി ഞാൻ പുതിയൊരു എക്സ് എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി ഉണ്ടാക്കുകയാണ്. ഡിക്ഷണറി എങ്ങനെയാണ്, 1 പേര് കൊടുക്കുകയാണ് A, 2 B, 3 C, ഓക്കെ, 4 D. ആണോ, ഡിക്ഷണറി ഓപ്പൺ ചെയ്യും. ഇനിയോ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. FP = നമുക്ക് നേരത്തെ ആ ഫയലിന് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ FP = ഓപ്പൺ ഓഫ് ഡാറ്റ ഫയൽ .txt. ഏത് മോഡിൽ ഓപ്പൺ ചെയ്യണം, റൈറ്റിംഗ് ബിറ്റ് വൈസ് എന്നുള്ള മോഡിൽ ഓപ്പൺ ചെയ്യണം. അത് ഓപ്പൺ ചെയ്തു. ഇനി പിക്കിൾ ഓൾറെഡി ലോഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിക്കിൾ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. നൗ pickle.dump എന്താണ് ഡംപ് ചെയ്യേണ്ടത്, എക്സ് എന്നുള്ള ഡാറ്റ ഡിക്ഷണറി എവിടേക്കാണ് ഡംപ് ചെയ്യേണ്ടത്, FP എന്ന് പറയുന്ന ഫയലിലേക്ക് ഡംപ് ചെയ്യണം. ഓക്കെ, fp.close off. ഓക്കെ, അത് ക്ലോസ് ചെയ്തു. ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ മുഴുവൻ ഫയലിലേക്ക് റൈറ്റ് ചെയ്തു. നമുക്ക് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്താ ഉള്ളതെന്ന് നോക്കി നോക്കാം. അത് സം റാൻഡം ക്യാരക്ടേഴ്സ് ആണോ, സം റാൻഡം ക്യാരക്ടേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്, എന്തൊക്കെയോ വരുന്നുണ്ട്. ഇനി നമുക്കൊന്നും കൂടിയും ഈ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെ WBക്ക് പകരം RB എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാം. അതായത് റീഡിങ് ബിറ്റ് വൈസിന് വേണ്ടിയിട്ട് ആ ഫയൽ ഞാൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത പരിപാടി എങ്ങനെയാണ്, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കിതിനെ ലോഡ് ചെയ്യണം. സോ എനിക്ക് പുതിയൊരു വേരിയബിൾ വേണം. സപ്പോസ് y = ഓക്കെ, അപ്പോൾ എന്ത് വേണം, pickle.loadoff ഏതാണ്, FP. ഇനി print of y. നോക്കാം, ആ ഡിക്ഷണറി തന്നെ വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എക്സ് I think it's not the right one. X of
1 x of 2 ഉണ്ടോ, y of 2 x is y സെയിം അല്ല. ഓക്കെ ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് ഓരോന്നായിട്ട് ഇതിങ്ങനെ സേവ് ചെയ്യാനും, ഇപ്പോൾ ഡിക്ഷണറിയെ പോലുള്ള അങ്ങനത്തെ ഒരു ഫയൽസ് ഇതെല്ലാം ഡാറ്റയൊക്കെല്ലാം നമുക്ക് സേവ് ചെയ്യാനും അതുപോലെ തന്നെ തിരിച്ചെടുക്കാനും പറ്റി. സോ അതാണ് ഈ പിക്കിൾ എന്ന് പറയുന്നതും അൺപിക്കിൾ എന്ന് പറയുന്നതിൻ്റെയും പ്രത്യേകത. ഓക്കെ, ഇനി കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ അത് പിക്കിളിങ് എറർ ഉണ്ടാവും, ചിലപ്പോഴും സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ ഇങ്ങനെ വരും. അതുപോലെ അൺപിക്കിളിങ് എറർ വരാം, കറക്റ്റ് ഡാറ്റ വല്ലതും ഉണ്ടെങ്കിൽ വരാം. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെന്താണ്? ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹാൻഡി ടു സേവ് കോംപ്ലിക്കേറ്റഡ് ഡാറ്റ. ഞാൻ പറഞ്ഞപ്പോൾ ഏറ്റവും അത്യാവശ്യം നല്ലൊരു കോംപ്ലിക്കേറ്റഡ് ഡാറ്റയാണ് നമ്മുടെ ഈ ഡിക്ഷണറി എന്ന് പറയുന്നത്. ഇതിലപ്പുറം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് സേവ് ചെയ്യാം. ഈസിയർ ടു യൂസ്, ലൈറ്റർ ആൻഡ് ഡസൻറ്റ് റിക്വയർ സെവർ ലൈൻസ് ഓഫ് കോഡ്. അല്ലേ, ഇതെല്ലാം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബിറ്റ് അങ്ങനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ഇതിനകത്ത് നമ്മുടെ ഫയലിൽ എന്താണോ ഉള്ളത് അതേപോലെ വേറെ വേരിയബിളായിട്ടൊക്കെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നൗ പിക്കിൾഡ് ഫയൽ ജനറേറ്റഡ് ഇറ്റ്സ് നോട്ട് ഈസിലി റീഡബിൾ ആൻഡ് ദസ് പ്രൊവൈഡ് സം സെക്യൂരിറ്റി. അല്ലേ, ഞാൻ കണ്ടു കഴിഞ്ഞു. അല്ലേ, നമ്മൾ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്താ കുറച്ച് റാൻഡം ക്യാരക്ടേഴ്സ്, ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ കണ്ടത്. കോൺസ്, languages other than Python may not be able to reconstruct pickled Python objects. അപ്പോൾ ഈ പൈത്തൺ അല്ലാതെ വേറുള്ളതൊന്നും പലപ്പോഴും നമ്മൾ ഉണ്ടാക്കിയ ഒബ്ജക്ട്സിനെ പിക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു പ്രശ്നമുള്ളത് റിസ്ക് ഓഫ്. അപ്പോൾ ഇത് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കുറച്ച് ഡാറ്റ നമ്മൾ സേവ് ചെയ്ത് വെച്ചു, അതുണ്ടാക്കി വെച്ചത് പിക്കിൾ ചെയ്ത് ലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചതെല്ലാം പൈത്തൺ ഉപയോഗിച്ചിട്ടാണ്. Suppose it happens that you want to run another code which is written in a different language, something like C++ or C. അതിനകത്തൊന്നും നമുക്ക് ഈ ഡാറ്റ എങ്ങനെ റൺ ചെയ്ത് റീഡ് ചെയ്യാൻ പറ്റുമോ? നോ, ഇറ്റ്സ് നോട്ട് ഈസി. ഓക്കെ, അതുകൊണ്ട് നമുക്കത് പറ്റുന്ന പരിപാടിയല്ല. പൈത്തൺ ഉപയോഗിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിസ്ക് ഓഫ് അൺപിക്കിളിങ് ഡാറ്റ ഫ്രം മാലീഷ്യസ് സോഴ്സസ്. ഏതെങ്കിലും മാലീഷ്യസ് സോഴ്സസ് എന്തെങ്കിലും വന്ന ഡാറ്റ നമ്മൾ അറിയാൻ അൺപിക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും. ഓക്കെ, സോ ഇതാണ് അതിനകത്ത് ആ ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ പറയുന്നത്, പിക്കിളിങ്. ഇതോടുകൂടി ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ തീർന്നു. ഞാൻ ഇമ്പോർട്ടൻസ് ഞാനിത് ക്ലാസ് ആദ്യം എടുക്കില്ല എന്ന് പറഞ്ഞെങ്കിലും നിങ്ങളുടെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാനിത് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് കുറച്ചധികം പ്രോഗ്രാമിംഗ് ആണ്. പ്രോഗ്രാമിംഗ് നിങ്ങൾ എങ്ങനെ ഇത് ഒന്ന് സ്വയം കുറച്ച് പ്രോഗ്രാംസ് എഴുതി പഠിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ ദിവസവും ഓരോ അസൈൻമെൻറ്റ് തരും, ആ അസൈൻമെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിക്കണം. ഇതുവരെയുള്ളതെല്ലാം ഡീറ്റെയിൽ നന്നായിട്ട് പഠിച്ചു വരും. ഓക്കെ, ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു.